ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന സോണിയുടെ ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ ആദ്യം എന്താണ് ഈ ടെസ്റ്റ് നെറ്റ് എന്ന കാര്യം ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞിട്ട് മുൻപിലേക്ക് പോകാം. ടെസ്റ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അപ്കമിംഗ് ആയിട്ട് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ്റെ ടെസ്റ്റിംഗ് ഫേസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു സാധനം മാർക്കറ്റിലേക്ക് റിലീസ് ചെയ്യുമ്പോഴും അത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ, യൂസേഴ്സിന് എന്തെങ്കിലും ബഗ് വരുന്നുണ്ടോ, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന കാര്യങ്ങളെല്ലാം അറിയണം. അപ്പോൾ അതിന് വേണ്ടി ഉള്ളൊരു ഫേസ് ആണ് ടെസ്റ്റ് നെറ്റ്. അതിൽ നമ്മൾ ടെസ്റ്റ് നെറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ടെസ്റ്റ് നെറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബ്ലോക്ക് ചെയിൻ്റെ ടെസ്റ്റ് നെറ്റ് ഫേസിൽ പങ്കെടുത്തതിന് നമുക്ക് റിവാർഡും കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന സോണീൻ്റെ ടെസ്റ്റ് നെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ള കാര്യം അറിയാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുണ്ടാവുക ടോൺ ബ്ലോക്ക് ചെയിൻ ആണ്. നമ്മളിപ്പോൾ ഡോക്സ്, ടോൺ കോയിൻ, അതുപോലെ തന്നെ നോട്ട് കോയിൻ, ഇതെല്ലാം വാലറ്റിലേക്കും വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്കും അല്ലെങ്കിൽ വേറൊരാൾക്കൊക്കെ അയച്ചു കൊടുക്കുന്നത് ഒരു ചെയിൻ യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ബിനാൻസിൽ നിന്നായാലും ബൈബിറ്റിൽ നിന്നായാലും എവിടെ നിന്നായാലും നമ്മൾ വിഡ്രോ അടിക്കുമ്പോഴും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചെയിൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചൂസ് ചെയ്യാൻ പറയും. അതാണ് ബ്ലോക്ക് ചെയിൻ. ഇനി അതുപോലെ സോണി റിലീസ് ചെയ്യാൻ പോകുന്ന, സോണീൻ്റെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ് സോണിയം. അപ്പോൾ ആ സോണിയത്തിൻ്റെ ടെസ്റ്റ് നെറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വർക്കിംഗ് എല്ലാം കറക്റ്റ് ആണോ എന്ന് സോണിക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ജസ്റ്റ് ഈ ബ്രിഡ്ജിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്കുകളൊക്കെ ചെയ്താൽ മതി. ബാക്കിയുള്ളതെല്ലാം അവരെന്നെ നോക്കിക്കോളും. വർക്ക് ആവുന്നുണ്ട്, എറേഴ്സ് വന്നോ, എത്ര ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി, എത്ര എണ്ണം എറേഴ്സ് ആയി, എത്ര പെൻഡിങ് ഉണ്ടെന്നൊക്കെ അവരെന്നെ നോക്കിക്കോളും. നമ്മൾ ജസ്റ്റ് ഇവർ പറയുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മാത്രം മതി, ഈസി ആയിട്ട് നമുക്ക് റിവാർഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് സോണിയത്തിൻ്റെ ടെസ്റ്റ് നെറ്റ് ആണ്. ടെലഗ്രാം എയർ ഡ്രോപ്പുകൾ മാത്രമല്ല ഉള്ളത്, ഇതുപോലെ എയർ ഡ്രോപ്പുകൾ ഇഷ്ടംപോലെ ടൈപ്പുകളുണ്ട്. ഇതുപോലെ ടെസ്റ്റ് നെറ്റ് ഉണ്ട്, ടെലഗ്രാം എയർ ഡ്രോപ്പുകളുണ്ട്, വെബ്3 എയർ ഡ്രോപ്പുകൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് എയർ ഡ്രോപ്സ് ഉണ്ട്. നമ്മളിന്ന് നോക്കുന്ന ഒരു ടെസ്റ്റ് നെറ്റ് ആണ്, അത് സോണീൻ്റെ സോണിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കുന്നതിന് മുൻപ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. സോണി ഈ ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കുന്നവർക്ക് എയർ ഡ്രോപ്പ് ഉണ്ട് എന്ന കാര്യം ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. ഓക്കെ, ചില പ്രൊജക്റ്റുകൾ ടെസ്റ്റ് നെറ്റ് തുടങ്ങുമ്പോൾ തന്നെ ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കുന്നവർക്ക് ഇത്ര എയർ ഡ്രോപ്പ് കിട്ടുമെന്ന കാര്യം പറയും, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് അവർ ഫണ്ട് ചെയ്തിട്ടുണ്ടെന്ന കാര്യം പറയും. സോണി ഇതുവരെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല. ഓക്കെ, സോണീൻ്റെ ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കുന്നവർക്ക് ഇത്ര എമൗണ്ട് ഓഫ് ഫണ്ടിങ് ഉണ്ട് എയർ ഡ്രോപ്പായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനെന്ന കാര്യം അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ എയർ ഡ്രോപ്പ് കൺഫേംഡ് അല്ല. ഇനി ഫ്യൂച്ചറിൽ എയർ ഡ്രോപ്പ് വരികയാണെങ്കിൽ അതിൽ ക്വാളിഫൈ ആവണമെങ്കിൽ നിങ്ങൾ ഈ ടെസ്റ്റ് നെറ്റിൽ പങ്കെടുത്തിട്ടുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഓക്കെ, അല്ലാതെ എയർ ഡ്രോപ്പ് കൺഫേംഡ് അല്ല എന്ന കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഈ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ലീവ് ചെയ്യുക, ഈ ഒരു എയർ ഡ്രോപ്പ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രീ ആണ്, ചെയ്യാനും കാര്യങ്ങളൊന്നും ഒരു കോസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫോണുള്ളവർക്ക് ചെയ്യാം, പീസിലുള്ളവർക്ക് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. അപ്പോൾ എന്തായാലും നമ്മളതിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവാർഡ് കൺഫേംഡ് അല്ല. ഓക്കെ, നമ്മൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഒരേ ഒരു കാര്യം മാത്രം മതി, ഒരു മെറ്റാ മാസ്കിൻ്റെ വാലറ്റ് വേണം. ഓക്കെ, KYC കാര്യങ്ങളൊന്നുമില്ല, പ്ലേ സ്റ്റോറിൽ കിട്ടും. വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്യുക, ഒരു മെറ്റാമാസ്കിൻ്റെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അത് കണ്ട് ഒരു മെറ്റാമാസ്കിൻ്റെ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കിവി ബ്രൗസർ, നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ കിവി ബ്രൗസർ വേണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കിവി ബ്രൗസർ എടുക്കുക. എന്നിട്ട് കിവി ബ്രൗസറിൽ മെറ്റാമാസ്ക് ക്രോം എക്സ്റ്റൻഷൻ എന്നൊന്ന് സെർച്ച് ചെയ്യാം. അത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ മെറ്റാമാസ്കിൻ്റെ ക്രോം എക്സ്റ്റൻഷൻ കിട്ടും. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ആഡ് ടു ക്രോം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ടു ക്രോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സ്റ്റൻഷൻ നിങ്ങളുടെ കിവി ബ്രൗസറിൽ ആഡ് ആവും. ഓക്കെ, ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻസിൽ മെറ്റാമാസ്ക് ഉണ്ടാവും. ആ മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറയും. ഇമ്പോർട്ട് ഓർ ക്രിയേറ്റ് ന്യൂ വാലറ്റ് ആണ് ഉണ്ടാവുക. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം 12 വേർഡ്സ് സീഡ് ഫ്രേസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു 12 വേർഡ്സുള്ള സീഡ് ഫ്രേസ് കിട്ടിയിട്ടുണ്ടാവും. അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, കറക്റ്റായിട്ടുള്ള ഓർഡറിൽ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റ് കിവി ബ്രൗസറിൽ ഇമ്പോർട്ട് ആവുന്നതാണ്. ഓക്കെ, ഇനി PC ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. കിവി ബ്രൗസറിൻ്റെ ആവശ്യമില്ല, ഏതൊരു ബ്രൗസർ യൂസ് ചെയ്താലും മതി. അവിടെയും ഇതുപോലെ തന്നെ മെറ്റാമാസ്ക് ക്രോം എക്സ്റ്റൻഷൻ എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ക്രോമിൽ മെറ്റാമാസ്ക് സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുക്കാം. അതാണ് സോണിയത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ ലിങ്ക്. ഓക്കെ, ബ്രിഡ്ജിങ് പേജാണ്. ഈ ഒരു പേജിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് വരിക. ഓക്കെ, ഇവിടെ നമുക്ക് കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാലറ്റാണ് വേണ്ടതെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഏതൊരു EVM വാലറ്റും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റാമാസ്ക് ആണ്, അതുകൊണ്ടാണ് മെറ്റാമാസ്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് OKXോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റോ കോയിൻ ബേസിൻ്റെ വാലറ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ഞാനിവിടെ എൻ്റെ കയ്യിലുള്ളത് മെറ്റാമാസ്ക് ആണ്, അതുകൊണ്ട് തന്നെ മെറ്റാമാസ്ക് ചൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ മെറ്റാമാസ്ക് ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു, കൺഫേം ക്ലിക്ക് ചെയ്തു. ഫോണിലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഫോണിലാവുമ്പോൾ നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ഓപ്പൺ ആക്കണം. നിങ്ങളുടെ കിവി ബ്രൗസറിൻ്റെ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻസ് വരും. അതിൽ ഏറ്റവും താഴെ എക്സ്റ്റൻഷൻസ് ഉണ്ടാവും. ആ എക്സ്റ്റൻഷൻസിൽ നിങ്ങളുടെ മെറ്റാമാസ്ക് കിടക്കുന്നുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് കാണാം. ആ ഒരു വാലറ്റ് ക്ലിക്ക് ചെയ്യുക. വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൺഫേം അടിക്കാൻ വരും. ഇതുപോലെ കൺഫേം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാലറ്റോടെ കണക്ട് ആവുന്നതാണ്. 1-2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. മൊബൈലിലാണെങ്കിൽ ചിലപ്പോൾ എറേഴ്സ് ഉണ്ടായേക്കാം. അപ്പോൾ 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ കണക്ട് ആവുന്നതാണ്.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മിനാറ്റോ എന്ന് പറയുന്ന ടെസ്റ്റ് നെറ്റ് നിങ്ങളുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ആഡ് മിനാറ്റോ എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ മെറ്റാമാസ്ക് ഓപ്പൺ ആവും. സ്വിച്ച് നെറ്റ്വർക്ക് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇപ്പോൾ സഫോലിയാണ് നെറ്റ്വർക്ക് കിടക്കുന്നത്. നിങ്ങളുടെ ഏത് നെറ്റ്വർക്ക് ആണോ അതൊന്ന് മിനാറ്റോയിലേക്ക് മാറും. ഓക്കെ, സ്വിച്ച് നെറ്റ്വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റാമാസ്കിൽ എന്താവും, മിനാറ്റോ ആഡ് ആവും. ഓക്കെ, അത് കഴിഞ്ഞാൽ മിനാറ്റോ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പും കഴിഞ്ഞു. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ വാലറ്റിലേക്ക് കുറച്ച് സെഫോലിയ ഇതേറിയം കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലവില്ലേ, പൈസ വേണമെന്നൊക്കെ. ₹1 പോലും വേണ്ട, സെഫോലിയ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് സെല് ചെയ്യാനൊന്നും പറ്റില്ല. ജസ്റ്റ് ടെസ്റ്റ് നെറ്റ്, ഇതുപോലത്തെ ടെസ്റ്റ് നെറ്റുകൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടോക്കണാണ് സെഫോലിയ ഇത്. സെഫോലിയയിൽ വരുന്ന ഇതേറിയാണ്. ഓക്കെ, ഫ്രീ ആണ്, പൈസ ഒന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ സെഫോലിയ ഇതിൻ്റെ ഫോസറ്റ് കിട്ടാൻ വേണ്ടി ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെറ്റ് സെഫോലിയ ഈ ഫോസറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സൈറ്റുകൾ കിട്ടും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആൽക്കെമി എന്ന് പറയുന്ന സൈറ്റാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം, അത് വേണ്ടവർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ആൽക്കെമിയിൽ നമുക്ക് ഓരോ ദിവസവും 0.1 സെഫോലിയ ഇത് കിട്ടും. ഓരോ ദിവസമല്ല, 72 മണിക്കൂറിലാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ 72 മണിക്കൂറിലും ഇവിടുന്ന് 0.1 സെഫോലിയ ഇത് കിട്ടും. ഒരു 0.1 തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ മതി. അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ, കൂടുതൽ എമൗണ്ട് ചെയ്യണമെന്നൊന്നും നിർബന്ധമല്ല. ആൽക്കെമിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ആൽക്കെമിയിൽ നിന്ന് സെഫോലിയ ഇത് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അക്കൗണ്ട് ക്രിയേറ്റിൽ ഈസിയാണ്. ഇമെയിലും പാസ്വേഡും കൊടുക്കുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. സാധാരണ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അക്കൗണ്ട് എടുക്കുന്ന പോലെ തന്നെ സിമ്പിളാണ്. അത് ഇതിനേശം ലോഗിൻ ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എറേഴ്സ് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ സെഫോലിയ ഈ സൈറ്റിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് വന്നോട്ടെ, എന്ത് എററോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെഫോലിയ ഇത് ഫൗസറ്റ് എന്ന കാര്യം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകൾ കിട്ടും. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നിങ്ങൾ ഒരു സെപ്പറേറ്റ് വാലറ്റ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ഫണ്ടുള്ള വാലറ്റ് ഇതിന് വേണ്ടി യൂസ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആണ്. ഏത് സൈറ്റിൽ വേണമെങ്കിൽ കൊണ്ടുപോയിടാം. നിങ്ങളുടെ പുതിയൊരു വാലറ്റ് ആണെങ്കിൽ, ഫണ്ടുള്ള വാലറ്റ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പേടിക്കണം, നിങ്ങളുടെ ഫണ്ടൊക്കെ ലോസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഫണ്ടുള്ള വാലറ്റ് യൂസ് ചെയ്യേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതാണ് ഏറ്റവും സേഫ്. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ട എന്താ, നിങ്ങളുടെ മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നെറ്റ്വർക്ക് ആദ്യം മാറ്റി കൊടുക്കണം. ഓക്കെ, നമുക്ക് സെഫോലിയ ആക്കണം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്കൊരു ഐക്കൺ കാണാൻ പറ്റും. നിങ്ങളുടെ ഫോണിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കാണുക. ഓക്കെ, എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യുക, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതേറിയത്തിലേക്കായിരിക്കും നിങ്ങളുടെ മെയിൻ നെറ്റ് ഉണ്ടാവുക. നിങ്ങൾ മെയിൻ നെറ്റ് മാറ്റി ടെസ്റ്റ് നെറ്റ് ആക്കണം. അതിനുവേണ്ടി ഷോ ടെസ്റ്റ് നെറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് ഓൺ ആക്കണം ആദ്യം. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ലീനിയ, സെഫോലിയ അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാവും. ഇനി അഥവാ സെഫോലിയ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആഡ് സെഫോലിയ ടു മെറ്റാമാസ്ക് എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലിങ്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺട്രാക്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ മെറ്റാമാസ്കിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതുപോലെ വരുന്നതാണ് സെഫോലിയ. ഓക്കെ, ആഡ് ചെയ്തതിനു ശേഷം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര സെഫോലിയ ഇതുണ്ടെന്നുള്ള കാര്യം ബാലൻസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സെഫോലിയ ഇത് കിട്ടാം, നിങ്ങളുടെ കയ്യിൽ 0 ആയിരിക്കും ഉണ്ടാവും. അതെങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്കിവിടെ നമ്മുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് കാണാം. ഈ വാലറ്റിൻ്റെ അഡ്രസ്സ് ജസ്റ്റ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ സെഫോലിയ ഇത് എടുക്കാൻ ഏത് സൈറ്റാണോ യൂസ് ചെയ്യുന്നത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സെഫോലിയ ഇത് ഫൗസറ്റ് സെർച്ച് ചെയ്ത് ഇഷ്ടംപോലെ സൈറ്റ് കിട്ടും. ഞാൻ യൂസ് ചെയ്യുന്ന ആൽക്കെമിയാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് മീ ഈദ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അതിന് മുമ്പ് ഐ ആം നോട്ട് റോബോട്ടും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കണം. അതുപോലെ തന്നെ ആൽക്കെമി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടും ഇവിടെ ലോഗിൻ ചെയ്യണം ആൽക്കെമീൻ്റെ. ഓക്കെ, ഫ്രീ ആണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഇൻ കേസ് എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റ് യൂസ് ചെയ്യുക. ഇഷ്ടംപോലെ സൈറ്റ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് പോലെ അഡ്രസ്സ് കൊടുത്ത് കുറച്ച് സെഫോലിയ എടുക്കുക. ഓക്കെ, ഫ്രീ ആണ്, ടെസ്റ്റ് നെറ്റ് ടോക്കൺ ആണ്. ഓക്കെ, ₹1 പോലും ചിലവില്ല. അതിനുശേഷം സെൻഡ് മീ ഈദ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ ഒരു മങ്കീൻ്റെ ഒരു ഇമോജി കാണാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിസ്പ്ലേയിൽ ഈ ഒരു മങ്കീൻ്റെ ഫോട്ടോ കാണാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഈ ഒരു ഹാക്കായ പോലെയൊക്കെ കാണിക്കുന്നത് ജസ്റ്റ് ഒരു വെറുതെ ഡിസൈൻ മാത്രമല്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ സെൻഡ് ആയി എന്നാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഇതെന്തായാലും ക്ലോസ് ചെയ്യാം. ചിലപ്പോൾ 2-3 മിനിറ്റ് എടുത്തേക്കാം വാലറ്റിലെത്താൻ. ഓക്കെ, ഈ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ സെൻഡ് ആയത് കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം, മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് നോക്കാം വന്നോ ഇല്ല എന്നുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ 0.4 ഉണ്ടായിരുന്നു, 0.5 ആയി, 0.1 വരെ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിസീവ് ആവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് സെഫോലിയ ഇത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ടെസ്റ്റ് നെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട ടോക്കൺ. സെഫോലിയ ഇത് 0.1 കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, സോണിയത്തിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് സോണിയത്തിൻ്റെ ബ്രിഡ്ജിങ് പേജ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ബ്രിഡ്ജിങ് ആണ്. അപ്പോൾ എന്താണ് ഈ ബ്രിഡ്ജിങ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചിലപ്പോൾ ഇതേറിയത്തിൽ കുറച്ച് USDT ഉണ്ടായേക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ ഇതേറിയം മെയിനെറ്റിൽ, എൻ്റെ കയ്യിലിപ്പോൾ ഇതേറിയം മെയിനെറ്റിൽ USDT ഇല്ല. എന്തായാലും ഞാൻ കുറച്ച് ഇതേറിയം കാണിച്ചു തരാം. ഇതുപോലെ ഇതേറിയം മെയിനെറ്റിൽ നിങ്ങൾക്ക് കുറച്ച് ഏതെങ്കിലും കോയിൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഇതേറിയം തന്നെയാണുള്ളത്. ഈ ഇതേറിയം എനിക്ക് എന്ത് ചെയ്യണം, ഈ ഇതേറിയം മെയിനെറ്റ് അല്ലെങ്കിൽ ഇതേറിയം ബ്ലോക്ക് ചെയിനിൽ നിന്ന് മാറ്റിയതിന് ശേഷം മിനാറ്റോ ബ്ലോക്ക് ചെയിൻ ആക്കി മാറ്റണം. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കോയിനാണ്, ഇതേറിയം കോയിനാണ് ബാലൻസ്. ആ കോയിൻ ഉള്ളത് ഇതേറിയം മെയിനെറ്റിലാണ് അല്ലെങ്കിൽ ഇതേറിയം ബ്ലോക്ക് ചെയിനിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇതേറിയം കോയിൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണ്, ഇതേറിയത്തിൻ്റെ ബ്ലോക്ക് ചെയിനിൽ തന്നെയാണ്. ഇതേറിയത്തിൻ്റെ ബ്ലോക്ക് ചെയിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഗ്യാസ് ഫീ ആണ്. ഏതൊരു ട്രാൻസാക്ഷൻ നമ്മൾ വാലറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ എക്സ്ചേഞ്ചിലേക്കോ എങ്ങോട്ട് സെൻഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഭയങ്കരമായ ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്കിങ്ങനെ ഗ്യാസ് ഫീ കൊടുക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക. എനിക്ക് ഗ്യാസ് ഫീ കുറഞ്ഞ ഒരു ബ്ലോക്ക് ചെയിനിലേക്ക് മാറണം.
ഫോർ എക്സാമ്പിൾ നമുക്ക് ആർബിട്രം 1 എന്ന് തന്നെ പറയാം. ആർബിട്രം എന്ന് പറയുന്നത് വേറൊരു ബ്ലോക്ക് ചെയിൻ ആണ്. ആർബിട്രം 1ലേക്ക് എനിക്ക് ഈ കോയിൻസ് മാറ്റണം, എൻ്റെ കയ്യിലുള്ള ഇതേറിയം മാറ്റണം. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ആർബിട്രം 1ൽ ഗ്യാസ് ഫീ വളരെ കുറവാണ്. ഓരോ ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിലും ചെറിയ ഗ്യാസ് ഫീ മാത്രം മതി. അപ്പോൾ എനിക്ക് ആർബിട്രം 1ലേക്ക് ഈ ഒരു കോയിൻസ് മാറ്റി കഴിഞ്ഞാൽ, ഏതൊരു കോയിൻ ആവട്ടെ, ആ കോയിൻ മാറ്റി കഴിഞ്ഞാൽ വളരെ നല്ല ലാഭമാവും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഒരു ടെക് അല്ലെങ്കിൽ ടെക്നോളജീൻ്റെ പേരാണ് ഈ ബ്രിഡ്ജിങ്. ഒരു കോയിൻ നിലവിലെ ബ്ലോക്ക് ചെയിനിൽ നിന്നും വേറൊരു ബ്ലോക്ക് ചെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു ബ്ലോക്ക് ചെയിനിലേക്ക് മാറ്റുക. അതിനാണ് ഈ ബ്രിഡ്ജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് നമ്മൾ ഈ സോണിയം ബ്ലോക്ക് ചെയിനിൽ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഇവിടെ സെഫോലിയനെ ആക്കുകയാണെങ്കിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. സെഫോലിയ കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ വീഡിയോസിൽ നിന്ന് പഠിച്ച് വേണം പോകാൻ, എങ്കിലേ നിങ്ങൾക്ക് മുന്നിലേക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കയ്യിൽ ഞാൻ കണക്ട് ചെയ്ത വാലറ്റിൽ ബാലൻസ് ഉള്ള 0.5 ഇതാണ്. ഇത് സെഫോലിയ ഇതാണ്, ടെസ്റ്റ്നെറ്റ് ആണ്. ഒരിക്കലും നമുക്ക് വിൽക്കാനോ പൈസ എടുക്കാനോ ഒന്നും പറ്റില്ല. ഈ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ടോക്കൺ ആണ്. ഈ ഒരു ഇതേറിയം എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സെഫോലിയയിൽ നിന്നും നമ്മൾ മിനാറ്റോ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലേക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പോകണം, എന്ന് വെച്ചാൽ മാറ്റാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കിപ്പോൾ ഈ ഒരു ഇതേറിയം ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ സെഫോലിയ ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇതേറിയം ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു മിനാറ്റോ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ സെഫോലിയ ടെസ്റ്റ്നെറ്റിലുള്ള എത്ര ടോക്കൺസ് ആണ് മിനാറ്റോ നെറ്റ്വർക്കിലേക്ക് മാറ്റേണ്ടതെന്നാണ് നമ്മളോട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ എന്തായാലും ചെയ്യുന്ന ഒരു 0.3 ആണ്. 0.3 ഇതേറിയം. ഓക്കെ, അതിൻ്റെ പ്രൈസ് കാണാൻ പറ്റും $774 ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ടെസ്റ്റ്നെറ്റ് ടോക്കൺ ആണ്, ഒറിജിനൽ ഇതേറിയം അല്ല. ഓക്കെ, നെക്സ്റ്റ് പേജിൽ നമുക്ക് ഡെപ്പോസിറ്റ് പേജ് വരും. ഗ്യാസ് ഫീ എത്ര വേണമെന്ന് കാണാം. അപ്പോൾ നമ്മളുടെ സെഫോലിയ ഇതിൽ നിന്നും ചെറിയൊരു ഗ്യാസ് ഫീ ഇവിടെ കട്ടാവും. ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുമ്പോഴും കുറച്ച് സെഫോലിയ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അത് ഗ്യാസ് ഫീ ആയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് ഫീയും കാര്യങ്ങളും എല്ലാം മെയിനെറ്റിൽ വർക്ക് ആവുന്ന പോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള സെഫോലിയ ഇതുപോലെ കുറേ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ആൽക്കെമിയിൽ പോവുക. അതിനുശേഷം 72 മണിക്കൂർ കഴിയുമ്പോൾ 0.1 ടോക്കൺസ് വീണ്ടും എടുക്കുക, ഫ്രീ ആണ്. അങ്ങനെ എടുത്തുകൊണ്ട് വീണ്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഇനിഷ്യേറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ വട്ടം കാണാം, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെൻഡ് ആവുന്നുണ്ട്. നമുക്ക് കൺഫർമേഷൻ വരും. ജസ്റ്റ് എന്ത് ചെയ്യുക, മെറ്റാമാസ്കിൽ കൺഫേം കൊടുക്കണം. ഇതുപോലെ നമ്മളുടെ ഗ്യാസ് ഫീ എത്രയാണ്, എത്ര സെഫോലിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമ്മൾ മെയിൻ നെറ്റിൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ കാണുന്നത്. എല്ലാ ഡീറ്റെയിൽസും കാണാം. അതിനുശേഷം കൺഫേം കൊടുക്കുക. ഓക്കെ, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞു. ഈ ഒരു ബ്രിഡ്ജിങ് നടന്നു കഴിഞ്ഞു. നമ്മൾ ആർക്കും ടോക്കൺസ് അയച്ചു കൊടുക്കില്ല. സെഫോലിയ നെറ്റ്വർക്കിൽ, സെഫോലിയ ടെസ്റ്റ്നെറ്റിൽ കിടക്കുന്ന ഇതുവരെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ മിനാറ്റോ നെറ്റ്വർക്കിലേക്ക് സെൻഡ് ചെയ്തു. അത്രേ ഉള്ളൂ, അത്ര മാത്രമേ മനസ്സിലാക്കാനുള്ളൂ. ജസ്റ്റ് നെറ്റ്വർക്ക് സ്വാപ്പ് ചെയ്തു, അത്ര മാത്രം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഇവിടെ ഡെപ്പോസിറ്റ് സെൻഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ റിസീവ് ആണെങ്കിൽ ഏകദേശം 3 മിനിറ്റ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി വേണമെങ്കിൽ ഈ പേജ് ക്ലോസ് ചെയ്യാം, പ്രശ്നമില്ല. നമുക്കിവിടെ ട്രാൻസാക്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ചെയ്ത ട്രാൻസാക്ഷനും കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇത്രയും 3 ട്രാൻസാക്ഷൻ ചെയ്തു. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഇത് ആ ഒരു വോയിസ് റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ പോയി എൻ്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ചെയ്യുന്നത്. ഞാനിപ്പോൾ 0.3 സെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രോസസ്സിംഗ് ആണ്. ഈ ഒരു ടൈം നമുക്ക് 3 മിനിറ്റാണ് പറയുന്നത്. അപ്പോഴത്തെ ലോഡ് അനുസരിച്ച് കുറേ പേര് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലോഡ് കൂടുതലായിരിക്കും. അപ്പോൾ മിനിറ്റ് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കുക, അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, സെഫോലിയ നെറ്റ്വർക്കിൽ നിന്ന് നമ്മളുടെ കയ്യിലുള്ള ടെസ്റ്റ്നെറ്റ് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തു, മിനാറ്റോയിലേക്കാണ് സെൻഡ് ചെയ്തത്. ഇത് ചെയ്യേണ്ട എങ്ങനെയാണ്, ഡെയിലി വൺസ് മാത്രം ചെയ്യുക ഈ ഒരു കാര്യം. ഓക്കെ, നമ്മൾ ഈ ഒരു ഫംഗ്ഷനാലിറ്റി വർക്ക് ആവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്ത് എയർ ഡ്രോപ്പ് തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വാലറ്റാണ്, നമ്മളോട് ഒരു വാലറ്റ് കണക്ട് ചെയ്തു. ഈ വാലറ്റിലേക്കാണ് എയർ ഡ്രോപ്പ് തരികയാണെങ്കിൽ തരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ ഡ്രോപ്പ് ഉണ്ടോ എന്ന കാര്യം കൺഫേം ചെയ്തിട്ടില്ല. എന്തായാലും നല്ലൊരു നെറ്റ്വർക്കാണ്, ഫ്യൂച്ചറിൽ എയർ ഡ്രോപ്പ് തരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വാലറ്റിലേക്ക് എയർ ഡ്രോപ്പ് തരികയാണെങ്കിൽ ആ ഒരു ലൊക്കേഷൻ വരും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്യും. അപ്പോൾ ഇതുവരെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ഇനി വരുന്ന ഓരോ അപ്ഡേറ്റ്സും അവിടെയാണ് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഡെയിലി വരിക. അതിനുശേഷം ഇതുപോലെ ഒരു എമൗണ്ട്, ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ട്, ചെറിയ സെഫോലിയ ചെയ്ത് ഡെയിലി ഒരു പ്രാവശ്യം മാത്രം സ്പാം ചെയ്യരുത്. സ്പാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൽ ഇപ്പോൾ ബ്ലോക്ക് ആവും. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം മാത്രം, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഇതുപോലെ എമൗണ്ട് എൻ്റർ ചെയ്യുക, അതിനുശേഷം റിവ്യൂ ഡെപ്പോസിറ്റ് കൊടുക്കുക, സെൻഡ് കൊടുക്കുക. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ സെഫോലിയിൽ നിന്ന് മിനാറ്റോയിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രാൻസാക്ഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് തിരിച്ച് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ ട്രാൻസാക്ഷൻ ഇവിടെ സക്സസ് ആയി കഴിഞ്ഞു, റിസീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ സെൻഡ് ആയത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഈ ഒരു സെഫോലിയ എന്നുള്ള നെറ്റ്വർക്ക് മാറ്റിയതിന് ശേഷം മിനാറ്റോയിലേക്ക് ഇടണം. ഓക്കെ, ഇവിടെ മിനാറ്റോ കാണാൻ പറ്റും. മിനാറ്റോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് സെൻഡ് ചെയ്ത് ഇതുവരെ ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. 0.3 ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്തു. ആ 0.3 ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് എന്ത് ചെയ്യാം, ഈ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും സെഫോലിയയിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ പിന്നെ ഒരു ട്രാൻസാക്ഷൻ കൂടിയായി. അങ്ങനെ ഓരോ ദിവസവും മാക്സിമം 2 ട്രാൻസാക്ഷൻ മാത്രം ചെയ്യുക. അതിൻ്റെ മേലേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പാമിൽ പോകും. അപ്പോൾ നമ്മുടെ സെഫോലിയയിൽ നിന്നും മിനാറ്റോയിലേക്ക് നമ്മളെ ടോക്കൺസ് എത്തി, ബ്രിഡ്ജ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, മിനാറ്റോയിൽ നിന്ന് വീണ്ടും തിരിച്ച് സെഫോലിയയിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതിനെന്ത് ചെയ്യണം, ഇവിടെ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മിനാറ്റോ ഇപ്പുറത്തേക്ക് വന്നു, സെഫോലിയ അപ്പുറത്തേക്കും പോയി. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മെറ്റാമാസ്കിലെ നെറ്റ്വർക്ക് ചേഞ്ച് ആക്കി കൊടുക്കണം. ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓരോ പ്രാവശ്യം ഇതുപോലെ പോപ്പപ്പ് ആയിട്ട് വരില്ല. ഇനി വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി അഥവാ വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസ് പോവുക, ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും താഴെ മെറ്റാമാസ്ക് ഉണ്ടാവും.
അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് ഇങ്ങനെ ഒരു സംഭവം വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വിച്ച് നെറ്റ്വർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെറ്റാമാസ്കിലുള്ള നെറ്റ്വർക്ക് മിനാറ്റോ ആയിട്ട് മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മിനാറ്റോയിൽ ഞാൻ നേരത്തെ അങ്ങോട്ട് സെൻഡ് ചെയ്ത 0.3 ഇതേറിയം ബാലൻസ് ഉണ്ട്. ഇത് തിരിച്ചെന്ത് ചെയ്യണം, സെഫോലിയിലേക്ക് തന്നെ സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ വീണ്ടും 0.3 സെൻഡ് ചെയ്യാണ്. അപ്പോൾ അത് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഗ്യാസ് ഫീ കൊടുക്കാനുള്ള ഇതേറെയും കൂടി ബാലൻസ് വെക്കണം. മുഴുവൻ എമൗണ്ട് സെൻഡ് ചെയ്യരുത്, ഗ്യാസ് ഫീ കൊടുക്കാനുള്ളത് അവിടെ വെച്ചിട്ട് വേണം സെൻഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എമൗണ്ടിനനുസരിച്ചാണ്. 0.1 മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 0.09 സെൻഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 0.09 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് ഫീ കൊടുക്കാനുള്ള എമൗണ്ട് അവിടെ ബാക്കി ഉണ്ടാവും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും 0.3099 ആണ്. അപ്പോൾ ഇത്രയും സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഗ്യാസ് ഫീ കൊടുക്കാനുള്ള 0.0002 ഇതുവരെയും ബാക്കി അവിടെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ എനിക്ക് സെൻഡ് ആവുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഒരു 0.3 മാത്രം, ബാക്കി 0.99 ഇതുവരെ അവിടെ ബാക്കി വെക്കുകയാണ് ഗ്യാസ് ഫീ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, റിവ്യൂ വിഡ്രോ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇനിഷ്യേറ്റീവ് വിഡ്രോ കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടി ടൈം ആവും. വെയിറ്റ് 60 മിനിറ്റ് ആണ് പറയുന്നത്. അപ്പോൾ അതിന് ടൈം കുറച്ചധികം ആവും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കൺഫർമേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും, ഡീറ്റെയിൽസും കാര്യങ്ങളും, ഗ്യാസ് ഫീ, നമ്മൾ എത്ര എമൗണ്ടാണ് സെൻഡ് ചെയ്യുന്നതൊക്കെ കാണാം. ജസ്റ്റ് എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. ആ ഒരു ട്രാൻസാക്ഷനും അപ്പോൾ തന്നെ അവിടുന്ന് സെൻഡ് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ സെൻഡിങ് ആണ്. സെൻഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു സെഫോലിയിലേക്ക് വീണ്ടും റിസീവ് ആവും. റിസീവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് പിറ്റേ ദിവസം, അടുത്ത ദിവസം വന്നിട്ട് വീണ്ടും സെഫോലിയിൽ നിന്ന് വീണ്ടും മിനാറ്റോയിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം സെൻഡ് ചെയ്യുമ്പോഴും ഈ ചെറിയൊരു ഗ്യാസ് ഫീ ഓരോ പ്രാവശ്യം കട്ടാവും. നമ്മൾ ഓരോ പ്രാവശ്യം സെൻഡ് ചെയ്യുമ്പോഴും നമ്മളോട് കുറച്ച് ഗ്യാസ് ഫീ വേണമെന്ന് പറയുന്നുണ്ട്. കാണാൻ പറ്റും, ഇപ്പോൾ 0.1 സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 0.0002 ഇതുവരെയും നമുക്ക് എന്ത് ചെയ്യണം, ഗ്യാസ് ഫീ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഗ്യാസ് ഫീ കൊടുത്ത് നമ്മുടെ കയ്യിലുള്ള ടെസ്റ്റ് നെറ്റ് ഇതുവരെ കഴിഞ്ഞു പോകും. അപ്പോൾ കഴിഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഈ ഒരു സെഫോലിയ ഇതുവരെയും കിട്ടുന്ന ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് വരിക, ഇവിടുന്ന് കുറച്ച് റിക്വസ്റ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങളുടെ വാലറ്റിലേക്ക് വരും. അങ്ങനെ ഓവർ എമൗണ്ട് ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മിനാറ്റോന്ന് സെഫോലിയിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60 മിനിറ്റ് കഴിയണം ആ ഒരു ട്രാൻസാക്ഷൻ കഴിയണമെങ്കിൽ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രൗസർ ക്ലോസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പിന്നീട് എന്ത് ചെയ്യാം, അടുത്ത ദിവസം വരിക, ഇനി നാളെ വരിക. അതിനുശേഷം വീണ്ടും ഇതുപോലെ 0.1 ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ബാലൻസ് ഉള്ളത് 0.001 ആണുണ്ടെങ്കിൽ അത് അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി അപ്ഡേറ്റ് എന്ന് ചോദിക്കരുത്. ഇതുപോലെ നല്ല പ്രൊജക്റ്റുകൾ, കുറേ ടെസ്റ്റിങ്ങും അതുപോലെ ട്രയൽ ആൻഡ് എററും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് റിലീസ് ആകും. അപ്പോഴാണ് എയർ ഡ്രോപ്പ് കിട്ടുക. നല്ല ടൈം എടുക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ക്ഷമയോടെ ഇരിക്കാൻ പറ്റുന്നവർ മാത്രം ജോയിൻ ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താല്പര്യം ഉണ്ടെന്ന് പറയുക. ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ വേണമെന്ന് പറയുക, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുക. അതിനനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യുക. വ്യൂവേഴ്സിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ഒന്ന് കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.